ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്. നമ്മൾ കണ്ടിട്ട് ഡെലിവറി ബാക്ക് പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം 20 ഡേയ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞത് ജൂലൈ 28-നായിരുന്നു. അപ്പോൾ ഇത്രയും കഥകളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഡെലിവറി സ്റ്റോറി കൂടി നിങ്ങളെ കാണിക്കണ്ടേ? നമുക്ക് ജൂലൈ 27, 2026 പോയാലോ? മീൻസ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിഷന് വേണ്ടി പോവാണ്. സോ എന്തേ ടെൻഷൻ ഉണ്ടോ? ഇതിന് മുന്നേ ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് അഡ്മിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്തായാലും നമ്മൾ അഡ്മിഷൻ ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ അഡ്മിഷൻ ആവാൻ വേണ്ടി തന്നെ നമ്മൾ ഫസ്റ്റ് PV ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. PV ചെക്ക് ചെയ്തപ്പോൾ ഡൈലേഷനൊക്കെ ഉണ്ട്, ബട്ട് ആളുടെ ഹെഡ് താഴോട്ട് ഫിക്സ് അല്ല. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. നാളെ രാവിലെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യുമെന്നും പറഞ്ഞു. സോ അഡ്മിഷൻ നമ്മൾ അന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എല്ലാവരും കൂടെ ബേബീൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണതാണ് കേട്ടോ ഇത്. സോ ഈ ഗ്രാഫ് നമ്മുടെ ബേബീൻ്റെ മൂവ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ചെയ്യണത്. എപ്പോഴൊക്കെ നമുക്ക് ബേബീൻ്റെ മൂവ്മെൻറ്റ് കിട്ടുന്നോ കയ്യിലുള്ള മെഷീൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. പിന്നീട് സിസ്റ്റേഴ്സ് വന്നിട്ട് നമ്മൾ ബ്ലഡ് ഒന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നീഡിലിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആവാൻ എത്ര ടൈം എടുക്കുന്നുണ്ടെന്നും കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സർജറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് തോന്നുന്നു കേട്ടോ. ദെൻ യൂറിൻ സാമ്പിൾ കൂടെ കളക്ട് ചെയ്തിട്ട് അവർ പോയി. ദെൻ ദിസ് ഈസ് എ നൈറ്റ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള അവസാനത്തെ രാത്രിയാണ്. സോ എൻ്റെ ബെഡിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയാണ് ചെയ്തേട്ടോ. വി ഫെൽറ്റ് വെരി ഹാപ്പി. അതുപോലെ തന്നെ എനിക്കൊരുപാട് സങ്കടം ഉണ്ടായിരുന്നു, ഇനി നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഇറ്റ് വാസ് വർത്ത് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ഡേ. സിസ്റ്റേഴ്സ് നമ്മളോട് പറഞ്ഞിരുന്നു 4:30 ആകുമ്പോഴത്തേക്കും റെഡി ആയിരിക്കണം എന്നുള്ളത്. നമ്മൾ വയറ് കഴുകി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. ബട്ട് നമ്മൾ സംസാരിച്ച് ഉറക്കം വന്നില്ല. അറൗണ്ട് 12 o'clock ആയപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിയത്. ദ വെരി ലാസ്റ്റ് നൈറ്റ് ബീയിങ് അസ്. ഇനി നാളെ ആകുമ്പോൾ നമ്മുടെ കുഞ്ഞു ബേബിയും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. സോ നമ്മൾ ലൈറ്റായിട്ട് കട്ടൻ ചായയും ബണ്ണും കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. നമ്മളോട് കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഫൈനലി ദിസ് ഈസ് ദ വാക്ക് ടുവേർഡ്സ് ദ ലേബർ റൂം. ടെൻഷൻ ഉണ്ടായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്താണ് മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ഐ വാസ് ബ്ലാങ്ക്. അങ്ങനെ ലേബർ കോംപ്ലക്സിനുള്ളിൽ കയറി ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കുഞ്ഞു ബേബിനെ കൊണ്ടായിരിക്കും എന്ന് മാത്രം എനിക്കറിയാം. ചെന്ന ഉടനെ തന്നെ ഒരു മെറ്റൽ സർഫസിലാണ് നമ്മളെ കിടത്തുന്നത് കേട്ടോ. അത്ര കംഫർട്ടബിൾ ഒന്നും ആയിരുന്നില്ല. ദെൻ മൂവ്മെൻ്റ് ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്തു, ക്യാനുല കുത്തി, ഡോക്ടർ വന്നിട്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്തു. അതിനുശേഷം എൻ്റെ വയറും കൂടെ ക്ലീൻ ചെയ്തപ്പോൾ പീരിയഡ്സ് പോലെയുള്ള ക്രാമ്പിങ് പെയിനുകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. സോ ലെറ്റ്സ് ഗോ ടു അവർ ബർത്ത് സ്യൂട്ട്. നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു ബർത്ത് സ്യൂട്ട് ബുക്ക് ചെയ്യണം എന്നുള്ളത്. സോ ഹാപ്പിലി നമ്മുടെ ബർത്ത് സ്യൂട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സിസ്റ്ററിനെ കൂടെ തരും. ഡോക്ടർ പെയിൻ ഇൻഡ്യൂസ് ചെയ്തപ്പോഴും പറഞ്ഞത് ഹെഡ് ഇനിയും താഴോട്ടേക്ക് വരാനുണ്ടെന്നാണ്. സോ നടക്കുക ഇത് മാത്രമാണ് എനിക്കുള്ളൊരു ഓപ്ഷൻ. പെയിൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിൽ. നമ്മളെല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും പാർട്ട്നേഴ്സ് ഒപ്പം ഉണ്ടാവുക എന്ന് പറയില്ലേ, അതേപോലെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സന്തോഷം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ കൂടിയില്ലെങ്കിൽ പിന്നെ ആരാ കൂടെ ഉണ്ടാവുക? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബർത്ത് സ്യൂട്ട് എടുക്കാമെന്നും ആളിനുള്ളിൽ കയറ്റണം എന്നുള്ളതും വലിയൊരാഗ്രഹമായിട്ട് ഞാൻ കൊണ്ടു നടന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ നമ്മൾ ചൂസ് ചെയ്യാനും കാരണം. നമ്മുടെ നാട്ടിലെ സ്കാനിങ്ങിലെ പാർട്ട്നേഴ്സിലെ കയറ്റില്ല എന്നുള്ളതും കൂടി ഒന്ന് മാറുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മൊമെൻറ്റ് ഐ ഹാഡ് ഇൻ മൈ ഡെലിവറി ടൈം.
എന്തെങ്കിലും എപ്പോൾ നമ്മൾ വരുന്നില്ല. അതിനൊന്നുമില്ല, അതിനൊന്നും ചെറിയ പ്ലാസ്റ്റിക്കിന്റെ സൂചിയൊന്നുമില്ല കേട്ടാ. സൂക്ഷിക്കാനുള്ളത് ഇതുണ്ട്. അപ്പൊ വേറെ തട്ടിട്ട് കൂടി അവിടെ വെച്ച് പറഞ്ഞു അതിൽ സൂചിയൊന്നും ഉള്ളില്ല. എങ്ങനെയാണ് ഇഡ്ലിയും വടയും മേടിക്കാം. സോ നമ്മൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് 5 മണിക്കായിരുന്നു. ഏകദേശം 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചുക്ക് കാപ്പിയും പിന്നെ ഡോക്ടർ എന്താ വേണ്ടത് വെച്ചാൽ കഴിച്ചോളാൻ പറഞ്ഞു. സോ ഞാൻ ഇഡ്ഡലി ആൻഡ് ചമ്മന്തിയും ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് എപ്പോഴേ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നേഴ്സ്. ഷീ വാസ് എ മാലാഖ. നമ്മൾ നഴ്സുമാരെ മാലാഖമാരെന്ന് വിളിക്കില്ലേ, അത് ലിറ്ററലി ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള കുറച്ചധികം മണിക്കൂറുകളാണ് ലേബർ റൂമിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അത്രയും സപ്പോർട്ടീവായിട്ടുള്ള, ഹെൽപ്ഫുള്ളായിട്ടുള്ള, ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് നമ്മുടെ കൂടെ നിന്ന് സംസാരിച്ച് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരുപാട് നഴ്സുമാരെ ഞാൻ അന്നവിടെ കണ്ടു. എല്ലാവരോടും മനസ്സിന് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയധികം അവരുടെ പ്രസൻസ് എനിക്ക് ഹാപ്പിനെസ് തന്നിട്ടുണ്ട്. സോ പെയിൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 4.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എപ്പിഡ്യൂറൽ ഞാൻ ഓക്കെ കൊടുത്തത്. ഇതിന് മുന്നേ വേണമെങ്കിലും എടുക്കാമായിരുന്നു, പക്ഷേ എനിക്ക് ബെയറബിൾ ആയിട്ടുള്ള പെയിൻ ആയതുകൊണ്ട് അത്രയും നേരം ഒന്ന് പെയിൻ അറിയാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. സോ ദ ബെസ്റ്റ് അനസ്തെറ്റിസ്റ്റ് ഞാൻ കണ്ടതിൽ എപ്പിഡ്യൂറൽ ഇസ് എ ലൈഫ് സേവർ. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ അത് എടുക്കാൻ വേണ്ടി പറ്റുമോ അവരൊക്കെ അത് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ലേബർ പെയിൻ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇറ്റ് ഹിറ്റ്സ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞ പോലെ ഞാനത് എൻജോയ് ചെയ്തുകൊണ്ടാണ് കടന്നിരുന്നത്. കോൺട്രാക്ഷൻസ് നമ്മൾ അറിയുമെങ്കിലും പെയിൻ ഒട്ടും അറിയാത്ത ഒരുപാട് മണിക്കൂറുകളിലൂടെയാണ് ഇനി ഞാൻ കടന്നു പോകാൻ വേണ്ടി പോണത്. എപ്പിഡ്യൂറൽ എന്ന് പറയണ ഒരു പേപ്പർ തിന്നായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഒരു സൂചി കയറ്റുന്ന മനുഷ്യനാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. എന്നെ ഒരുപാട് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ആളത് ചെയ്തത്. നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇനി മേക്കപ്പ് ഇട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ടാണ് ആൾ ആ ഒരു ടൈം എന്നെ വെച്ചിരുന്നത്. സോ ദിസ് ഈസ് ഹൗ ഐ ഹാവ് ഡൺ മൈ എപ്പിഡ്യൂറൽ. ഇനിയും മരുന്ന് വയ്ക്കാനുണ്ടോ? അങ്ങനെ പറയരുത്, സത്യം പറയണം. അത്രയും ടെൻഷൻ പിടിച്ചൊരു പരിപാടി ഇത്രയും എൻജോയ് ചെയ്ത ആ ഒരു ഡോക്ടർ മിസ്റ്റർ ഭട്ട്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. സോ നമ്മുടെ നട്ടെല്ലിലെ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് ഇതുപോലെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് വയറ് കടത്തിവിട്ട് അതിലൂടെയാണ് പെയിൻലെസ് ആയിട്ടുള്ള ഡെലിവറിക്ക് വേണ്ട മരുന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് തരുവാണ്. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് പറയണം. അതിനനുസരിച്ചിട്ട് ഡോസ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. നൗ എപ്പിഡ്യൂറൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻ വരാനായിട്ടുള്ള മരുന്ന് അതിൽ കൂടെ ട്രിപ്പായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബേർത്ത് സ്യൂട്ടിൻ്റെ ലക്ഷറി ആയിട്ട് കിട്ടിയിട്ടുള്ള ജ്യൂസൊക്കെ കുടിച്ചിട്ട് എൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നിട്ട് ഞെളിയുന്ന എൻ്റെ ഹസ്ബൻഡാണത് കേട്ടോ. സോ ഹി വാസ് ലൈക്ക്, നിനക്ക് തരാണ്ട് ഞാൻ ആദ്യമായിട്ടൊരു സാധനം കഴിക്കാൻ വേണ്ടി പോവാണ്, ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വന്നിരുന്ന് കഴിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ PV ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡൈലേഷൻ ഒരു 2 to 3 സെൻറ്റിമീറ്റേഴ്സ് ആയി എന്ന് പറഞ്ഞു. അപ്പോഴും നടക്കുക ഈ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ബേബീൻ്റെ ഹെഡ് ഇനിയും താഴത്തേക്ക് ഇറങ്ങാനുണ്ട്. ഫിംഗർ വെച്ച് സെൻറ്റിമീറ്റർ അവർ
ഇപ്പം നിങ്ങൾക്ക് ഞാൻ നടക്കുന്നതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. എനിക്ക് പെയിൻ ഉണ്ടായിട്ടും എപ്പിഡ്യൂറൽ എടുത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേസിൽ തന്നെ നടക്കുന്നത്. എപ്പിഡ്യൂറൽ എടുത്തിട്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഉദാഹരണമാണ് ഞാൻ. എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് നടക്കാം, ഇരിക്കാം, കിടക്കാം. കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്, നമ്മൾ എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് അറിയുന്നില്ല. സോ എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് തന്നെ പെയിൻ വരുന്നത് നമ്മുടെ വയറ് ടൈറ്റ് ആകുമ്പോഴും അതുപോലെ തന്നെ കോൺട്രാക്ഷൻ വരുന്നത് അറിയാനുള്ള വേറൊരു മെത്തേഡാണ് നമ്മുടെ ബോഡി ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ സ്റ്റാർട്ടഡ് ഷിവറിങ് ആൻഡ് ഡൈലേഷൻ വാസ് അറൌണ്ട് 7 to 8 centimeters. അറൌണ്ട് 2:53 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർ വന്നു ആൻഡ് ദേ ആർ പ്രിപ്പയറിങ് ഫോർ ലേബർ. ആൻഡ് ഫൈനലി ദ വെയിറ്റ് ഇസ് ഓവർ. ഞങ്ങളുടെ കുഞ്ഞു ബേബീനെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. കോൺട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ എക്സ്ട്രീം പ്രഷറിൽ പുഷ് ചെയ്യാമെന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം. ഡോക്ടർ അത് പറയുകയും ചെയ്യും. അത് ഞാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ബട്ട് എപ്പിഡ്യൂറൽ എടുത്തതുകൊണ്ട് ഞാൻ എത്ര പ്രഷറിലാണ് നമ്മൾ പുഷ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് കൂടെ നിൽക്കുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ എൻ്റെ ഫേസിലോട്ട് ബ്ലഡൊക്കെ റഷ് ചെയ്ത് വരുന്നത്. മനോജ് ഇതെല്ലാം കണ്ട് നിൽക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ബട്ട് ഹീ ഡിഡ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ലേബർ റൂമിൽ. ഞാൻ എൻ്റെ മാക്സിമം ഫോഴ്സ് എടുത്ത് പുഷ് ചെയ്യുമ്പോഴും ആൾ താഴത്തേക്ക് വരാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. സോ ദേ ഹാവ് സ്റ്റാർട്ടഡ് വേറൊരു പ്രൊസീജിയർ. ഐ തിങ്ക് ഇറ്റ് ഈസ് കോൾഡ് എസ് ഫണ്ടൽ. നേഴ്സ് മുകളിൽ കയറി നിന്നിട്ട് വയറ് താഴോട്ടേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അത് പെയിൻഫുൾ ആയിരുന്നില്ല. എപ്പോഴാണോ കോൺട്രാക്ഷൻ വരുന്നത് ആൾ താഴോട്ടേക്ക് പുഷ് ചെയ്യും. അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ആ സമയത്ത് എന്തൊക്കെയാണ് മനസ്സിൽ കൂടെ കടന്നു പോയെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. ബട്ട് മനോജിൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും എന്നെ കാം ആൻഡ് കൂൾ ഡൗൺ ആക്കി വെച്ചിരുന്നതും ഐ വിൽ നെവർ ഫൊർഗെറ്റ്. എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് മെമ്മറി ആയിട്ട് ഞാൻ എൻ്റെ ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇത്.
സോ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിൽ നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ. ആൻഡ് മനോജ് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അംബിലിക്കൽ കോഡ് ഞാൻ കട്ട് ചെയ്തോട്ടെ എന്നുള്ളത്. അപ്പോൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ഒരു ലൈഫിനെ എൻ്റെ വയറിലേക്ക് എത്തിച്ച ആൾ തന്നെ ആ ഒരു ബന്ധം ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വിടാണ്. ഇറ്റ് ഫെൽറ്റ് സോ സങ്കടം. ബട്ട് ഇനി ഞങ്ങളുടെ കയ്യിലിരിക്കാൻ പോവാണ് നമ്മുടെ കുഞ്ഞു ബേബി. എൻ്റെ വയറിന്ന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. സോ അങ്ങനെ ബേബി ഗേൾ ആണെന്നുള്ളത് പുറത്തു പോയിട്ട് മനോജ് പറഞ്ഞിട്ട് വരുവാണ് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മൾ എപ്പിസോട്ടമി ചെയ്തിട്ടില്ല, അതായത് നമ്മൾ താഴെ ഒരു ടയർ ചെയ്ത് വിടുമല്ലോ, അവർ അത് സ്വീച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എപ്പിഡ്യൂറിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം വരയ്ക്കും എനിക്ക് പെയിൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ലാസ്റ്റത്തെ 1-2 സ്റ്റിച്ച് ഇടുമ്പോൾ മാത്രമാണ് എനിക്ക് കുറച്ച് പെയിനായിട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയത് കേട്ടോ. ആൻഡ് ഇത്രയും നാളത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ്. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ ദിവസം ഞാനൊരു ആൺകുഞ്ഞിന് പ്രതീക്ഷയാണ് ഇരുന്നിരുന്നത്. മനോജിനൊരു പെൺകുഞ്ഞിനെയാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ മനോജിൻ്റെ ആഗ്രഹം പോലെ നമുക്കൊരു പെൺകുഞ്ഞിനെയാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ 3/16 ഒരു 3.555 വെയിറ്റോട് കൂടിയിട്ട് ഞങ്ങളുടെ കുഞ്ഞു ബേബി വന്നു കഴിഞ്ഞു. എൻ്റെ ആദ്യത്തെ കാഴ്ച അവളുടെ ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്ക് ഹെയർ മാത്രമാണ്, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് മനോജിൻ്റെ വ്യൂ എന്ന് പറയുന്നത് മനോജ് എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ചിട്ട് ഇറ്റ് വാസ് ടെറിഫിക്. കാരണം എനിക്ക് പെയിനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഡോക്ടറെ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. മനോജ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഡോക്ടർ ചെയ്യണത്, ബേബി എങ്ങനെയാണ് പുറത്ത് വന്നത് എന്നൊക്കെ. അതൊക്കെ ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ ആൾ കണ്ടു നിന്നു എന്നുള്ളതാണ് കേട്ടോ ഭയങ്കര അപ്രിഷ്യേറ്റിംഗ് ആയിട്ടുള്ളത്. ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ പോലും സ്റ്റിച്ചിൽ മരുന്ന് പുരട്ടുന്നതും എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും സിറ്റ്സ് ബാത്തിന് കൂടെ ഇരിക്കുന്നതും കുളിപ്പിക്കുന്നതും അടക്കം എല്ലാതും ചെയ്തത് മനോജാണ്. ഈ അഡ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്ന 4-5 ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിൽ കൂടെ കടന്നു പോകുമ്പോൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ചേച്ചിമാരാണെങ്കിലും മനോജിൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. അതിലേറ്റവും കൂടുതൽ മനോജിനോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ദ ബോണ്ടിങ് ആൻഡ് വി കെയർഡ് ഫോർ ഈച്ച് അതർ. ഈ 4-5 ദിവസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിലും നമ്മൾ ലോ ആകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും സന്തോഷം വരുമ്പോൾ ഷെയർ ചെയ്തിട്ടാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുള്ള 4-5 ദിവസം കടന്നുപോയി. ലാസ്റ്റ് മിനിറ്റിൽ സിസേറിയൻ ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ബേബി താഴോട്ടേക്ക് ഇറങ്ങി വരാത്തതുകൊണ്ട്. ബട്ട് ഹോപ്പ്ഫുള്ളി ആൻഡ് താങ്ക്ഫുള്ളി എല്ലാം അടിപൊളിയായിട്ടാണ് നടന്നത്. ആൻഡ് ബേബീൻ്റെ പീഡിയാട്രീഷ്യൻ വന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ലേബർ റൂമിൽ നിന്ന് വിത്തിൻ 1.5 hours നമ്മൾ റൂമിലോട്ട് മാറുകയാണ് ചെയ്തത്. ഫസ്റ്റ് തന്നെ നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നുണ്ടോ, ബേബി പാല് കുടിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ ലേബർ റൂമിൽ നിന്ന് റൂമിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. സോ ദിസ് ഈസ് ദ മൊമെൻറ്റ് ഞാൻ അവളെ ഫേസ് കറക്റ്റായിട്ട് കണ്ടത്. ഇതിന് ശേഷമാണ് അവളെ എന്നെ നെഞ്ചിലോട്ട് കൊണ്ടുവന്ന് വെച്ചതും ആളെന്നെ പുറത്ത് കൊണ്ടുപോയി കാണിച്ചതും ഒക്കെ. ഭയങ്കര അടിപൊളി ഫീലിംഗ് ആണ്. ഈ മൊമെൻറ്റിൽ എൻ്റെ ഡോക്ടറായിട്ടുള്ള പ്രസീത മാഡത്തിനോടും കൂടെ നിന്നിട്ടുള്ള എല്ലാ സ്റ്റാഫിനോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിനി റൂമിലോട്ട് പോവാം. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാലിറ്റിയും കൂടെ നമ്മൾ അവിടെ നിന്ന് എഴുതി കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അറൗണ്ട് 6 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും എന്നെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് റൂമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ആൻറ്റിബയോട്ടിക്സും ടാബ്ലറ്റ്സും ഒക്കെ ഇനി വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞു ബേബീനെ കാണാൻ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആരുചേട്ടൻ ഓടി വന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന്. ബീയിങ് ആൻ അമ്മ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ വിത്ത് പെയിൻഫുൾ കരച്ചിൽ കാണാൻ പോവാണ്. അവളെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുത്തുകയാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു, ബ്ലഡ് എടുക്കലുണ്ടായിരുന്നു, ഒക്കെ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞത് കുറച്ച് പാടുള്ള കാര്യമാണ്. ഇതൊക്കെ ഒരു തുടക്കമാണെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് എല്ലാതും കണ്ടും കേട്ടും ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ വിത്തിൻ 24 hours എടുക്കേണ്ട വാക്സിനേഷനാണ്. അതിനും അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്ന് സമാധാനിപ്പിച്ചിട്ട് അവളെ ഫസ്റ്റത്തെ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു വാച്ച്. ഒരു അമ്മയായിട്ടുള്ള ഫീലിംഗ് കുറേശ്ശെയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. മിനുവിനെ പിടിക്കും. പേടിയായി പോയോ? കണ്ണ് തുറന്നു നോക്കട്ടെ. ഈ ആളിനെയാണ് ഞാൻ ഉറക്കണേ. എന്താ തപ്പണേ?
ഈ നഴ്സ് എൻ്റെ പണ്ടത്തെ ഒരു സ്പോർട്സ് മേറ്റും കൂടിയാണ് പ്രവീണ. അപ്പോൾ അവളെ കണ്ടതും എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവൾ പറഞ്ഞു തരികയും ചെയ്തു. കുഞ്ഞിരാമായണത്തിൽ പറഞ്ഞ പോലെ തോരൻ വന്നു, അവിയൽ വന്നു, അതുപോലെ ഒരുപാട് കുത്തലുകളും കരച്ചിലുകളും ഒക്കെ കഴിഞ്ഞ് പിന്നീട് നെക്സ്റ്റ് വാക്സിനേഷനും കൂടി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത്. അങ്ങനെ ബിൽറൂബിൻ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുള്ള കാരണം ബ്ലൂ ലൈറ്റിലും കിടന്ന് അവസാനം പോണ ദിവസം നമ്മളെ ഡിസ്ചാർജ് വെയിറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് ഫൈനലി 5th ഡേ ഡിസ്ചാർജ് വാങ്ങി നമ്മൾ 3 പേരായിട്ട് വീട്ടിലോട്ട് പോവാണ്. ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1 ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. ജൂലൈ 28 എൻ്റെ ഡെലിവറി ഉണ്ടായത്. സോ ഇതാണ് എൻ്റെ കുഞ്ഞു ബേബി. Are you happy, baby? Very much happy. ആൻഡ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ അവർക്ക് പറ്റുന്ന പോലെ ഒരു കുഞ്ഞ് സർപ്രൈസും കൂടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാണാം. ഇതൊക്കെ ചെയ്ത് ആ ഫോട്ടോ ഫ്രെയിമിൽ കണ്ട ഈ ഫോട്ടോ ആണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ സെൽഫി. നല്ല രസമില്ലേ? സോ ദാറ്റ് വാസ് ദ ഹാപ്പി ഈവനിങ് ആഫ്റ്റർ മൈ ഡിസ്ചാർജ്. എൻ്റെ പ്രഗ്നൻസി പീരീഡ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഒരു കുഞ്ഞു ലോകം എൻ്റെ കയ്യിൽ ഒതുക്കി ഞാൻ നിൽക്കുകയാണ്. എൻ്റെ മാത്രമല്ല, മനോജിൻ്റെയും കൂടെ ആയിരിക്കും. മേ ബി വളർന്ന് വലുതാകുമ്പോൾ അവൾ അച്ഛൻ്റെ കുഞ്ഞായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരമ്മയായിട്ടുള്ള ഫീലിംഗ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ആണിത്. സോ നമ്മളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഉണ്ടായിരുന്നൊരു നൈറ്റാണ്. അതിനുശേഷം ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റുകൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ എൻജോയിങ് എവ്രി മൊമെൻറ്റ് വിത്ത് ഹെർ. അങ്ങനെ അതേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിട്ട് ബലൂൺസൊക്കെ ഗിഫ്റ്റ് ചെയ്യാണ് കുഞ്ഞു ബേബിക്ക് കേക്ക് കട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട്. ആൻഡ് മനോജിൻ്റെ അച്ഛൻ കുഞ്ഞുങ്ങളേനെ ഇതുവരെ എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് അച്ഛനെ കൊണ്ട് കുഞ്ഞിനെ എടുപ്പിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടു എവ്രി എക്സ്പെക്റ്റിംഗ് മോമീസ് വാച്ചിങ് ദിസ് വീഡിയോ, യുവർ ബോഡി ഈസ് ഡൂയിങ് സംതിങ് എക്സ്ട്രാordinary. ട്രസ്റ്റ് ദ ജേർണി, യുവർ ബ്യൂട്ടിഫുൾ ഹെലോ ഈസ് കമ്മിങ്. അങ്ങനെ എൻ്റെ ബ്യൂട്ടിഫുൾ ഹെലോ ആയിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് ആ ഈവനിങ് ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ എൻഡ് ചെയ്തു. സോ എല്ലാ പുതിയ അമ്മമാർക്കും ബി സ്ട്രോങ് ആൻഡ് ബി ഹാപ്പി. കുറച്ച് ഹഡിൽസ് നിറഞ്ഞ ദിവസങ്ങളാണ് ഇനി നമ്മളെ കാത്തിരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കൂടെ നിന്നും കൂടെ ചേർത്തുമൊക്കെ ആ ദിവസങ്ങൾ തള്ളി നീക്കാം, അല്ലേ? ഞാൻ എൻ്റെ പോസ്റ്റ്മോർട്ടം ജേർണിയിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ ഔട്ട് ഓഫ് കൺട്രോളായി പോകും. ഷെയർ വിത്ത് യുവർ പാർട്ട്ണർ, അത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്ലീസ് ഡു നോട്ട് സഫർ അലോൺ, പ്ലീസ് ഡു നോട്ട് സർവൈവ്. ഇത് നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു ഹഡിലാണ്. അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ ബൈ.